നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. 2 ദിവസം കൊണ്ട് ഈ പ്രോജക്ട് റിപ്പോർട്ട് പഠിച്ച് ഇതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നിങ്ങൾ എന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യണം. അങ്കിൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ 3 പേര് ഇത് ചർച്ച ചെയ്ത് ഒരു റിവ്യൂ റിപ്പോർട്ട് ഉണ്ടാക്കണമെന്നാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ 3 പേരും ഇത് പരസ്പരം ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായി ഈ പ്രോജക്ട് റിപ്പോർട്ട് പഠിച്ച് ഒരു റിവ്യൂ റിപ്പോർട്ട് എനിക്ക് തരണം. അവൻ ഇതിൽ വിജയിച്ചാൽ കമ്പനി നമ്മുടെ കയ്യിലിരിക്കും. അധിക സമയമൊന്നുമില്ല. 2 ദിവസത്തിനകം നിങ്ങൾ ഇത് പ്രസന്റ് ചെയ്യണം. എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ? അപ്പോ ഓൾ ദി ബെസ്റ്റ്. ഈ ടാസ്കിൽ വിജയിക്കേണ്ടത് മാധവാണ്. അവരിനൊരിക്കലും വിജയിക്കാൻ പാടില്ല. എന്താ മോളെ ഇത്? എന്റെ ഭാവി നിർണയിക്കാൻ പോകുന്ന സുപ്രധാനമായ ഒരു ഫയൽ. മനസ്സിലായില്ല. രണ്ട് ദിവസം കൊണ്ട് ഈ പ്രോജക്ട് റിപ്പോർട്ട് പഠിച്ച് ഇതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നിങ്ങൾ എന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യണം. അപ്പോ അതാണല്ലേ കാര്യം? അതെ അച്ഛാ. അച്ഛൻ ഈ ബിസിനസ് പ്ലാൻ വിശദമായിട്ടൊന്ന് പഠിക്കണം. എന്നിട്ട് ഇതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്നോട് പറയണം. അച്ഛനാകുമ്പോ ഇത്തരം ബിസിനസ് പ്ലാനുകൾ കൈകാര്യം ചെയ്ത് ശീലമുള്ള ആളല്ലേ. ഇതിന്റെ ഗുണവും ദോഷവും അച്ഛന് വളരെ പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് നാളെ ഓഫീസിൽ പ്രസന്റ് ചെയ്യാനുള്ളത് അച്ഛാ. അതിനുള്ളിൽ തയ്യാറാക്കി തന്നാ മതി അച്ഛാ. ഉറപ്പായും മോളെ. അച്ഛൻ ഈ പ്ലാൻ വിശദമായി ഒന്ന് പഠിക്കട്ടെ. എന്നിട്ട് ഇതിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി തരാം. താങ്ക് യു അച്ഛാ. താങ്ക് യു സോ മച്ച്. ഇത് നിനക്ക് ചെയ്തു തരേണ്ടത് എന്റെ കടമയല്ലേ മോളെ? ഈ ചലഞ്ചിൽ ഞാൻ വിജയിച്ചാൽ രാജ്മോഹൻ അങ്കിളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ കടിഞ്ഞാൺ എന്റെ കയ്യിലാവും. പതിയെ പതിയെ അതിന്റെ അനന്തരാവകാശിയായി ഞാൻ മാറും. അച്ഛൻ നോക്കിക്കോ. വിക്കി എങ്ങോട്ടേ രാത്രിയില്? അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന് ആക്സിഡന്റ് ആയി. ഏത് ഫ്രണ്ടാ വിക്കി? അത് നിനക്ക് പരിചയമില്ലാത്തൊരു ഫ്രണ്ടാ. എനിക്ക് പരിചയമില്ലാത്ത ഏത് ഫ്രണ്ടാ വിക്കിക്കുള്ളത്? വിക്കിയുടെ എല്ലാ ഫ്രണ്ട്സിനെ എനിക്കറിയാലോ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ നിന്റെ അടുത്ത് പറയാ? അജീഷിനെ നിനക്കറിയാവോ? ഏത് അജീഷ്? ആ പേരിലൊരു ഫ്രണ്ട് വിക്കിക്കില്ലല്ലോ. ഇതാ ഞാൻ പറഞ്ഞേ. ഇപ്പൊ മനസ്സിലായില്ലേ നിനക്ക് പരിചയമില്ലാത്ത ഫ്രണ്ടും എനിക്കുണ്ടെന്ന്? കോളേജിൽ എന്റെ കൂടെ പഠിച്ചതാ. അങ്ങനെയാണെങ്കിൽ വിക്കി ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടി വരാം. നമുക്ക് കാറിൽ പോവാം. ഏയ് അതൊന്നും വേണ്ട. നീ റെഡി ആയിട്ട് വരാൻ ലേറ്റ് ആവും. ഇപ്പൊ തന്നെ നേരം വൈകി. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. നീ ഇപ്പൊ പറഞ്ഞിട്ട് പോയതെല്ലാം കള്ളമാണെന്ന് എനിക്കറിയാടാ. നീ എവിടെ പോയാലും അതെനിക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. അത് നിനക്കറിയില്ലല്ലോ. എന്തു പറ്റി? അത് ഞാൻ ഫോൺ എടുത്തില്ല. ഇടയ്ക്ക് അഞ്ജലിയെ വിളിക്കാലോ. അപ്പൊ ശരി.
എന്താ അധികാരത്തിലാ ഈ ഫയൽ എടുത്ത് വായിക്കുന്നത്? ഇത് ഞാൻ എന്റെ മകൻ വിക്കിക്ക് കൊടുത്ത ഫയലാ. ഇത് നീ എടുത്ത് എന്തിനു വായിച്ചു? നിനക്കെന്താ എന്റെ കാര്യം? എന്റെ ബിസിനസ് കാര്യങ്ങൾ ഇടപെടാൻ നീ ആരാ? ഇത് വായിച്ച റിപ്പോർട്ട് നൽകാൻ വിക്കി നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അച്ഛനോ? ഏതു വകയിലും ഞാൻ നിന്റെ അച്ഛനാവുന്നത്? എനിക്ക് നിന്റെ വിശദീകരണമൊന്നും കേൾക്കണ്ട. വിക്കി ഒരുപക്ഷെ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ നിന്നെ ഒരിക്കലും ഈ വീട്ടിലെ മരുമകളായിട്ട് അംഗീകരിക്കില്ല. അങ്ങനെ ഒരു അധികാരം ഇല്ലാത്തിടത്തോളം കാലം നീ വീട്ടുകാര്യങ്ങളിലോ ബിസിനസ് കാര്യങ്ങളിലോ ഇടപെടരുത്. അങ്ങനെ ചെയ്താൽ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. ഓർത്തോ? പൂച്ചയ്ക്ക് എന്താടി പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? ആ ഫയല് പഠിച്ചിട്ടേ നീ എന്ത് തേങ്ങ ഉണ്ടാക്കാനാ പോകുന്നേ? ബിസിനസിന്റെ ABCD വല്ലത് നിനക്ക് അറിയൂ? അങ്കിള് പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ. നാട്ടുകാരുടെ മുൻപിൽ വെച്ച് താലി കെട്ടിയത് കൊണ്ട് മാത്രം വിക്കി നിന്റെ ഭർത്താവില്ല. അതിന് ഭർത്താവിന്റെ വീട്ടുകാരുടെ അംഗീകാരം കൂടി വേണം. നിനക്കത് ഈ ജന്മം കിട്ടാൻ പോകുന്നില്ല. എന്താ എടുത്തി വീട്ടിൽ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും കൂടി എടുത്തി എന്തിനാ ഇങ്ങനെ ചവിട്ടി തേക്കുന്നേ? എടുത്തി സങ്കടപ്പെടാതെ, എല്ലാം കലങ്ങി തെളിയും. നമുക്കിതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കാം. ഏട്ടനോട് ഞാൻ തന്നെ സംസാരിക്കാം. വിക്കിയോടിപ്പോ ഇതൊന്നും സംസാരിക്കാൻ മാധവ് നിൽക്കണ്ട. എന്തു പറഞ്ഞാലും ഒന്നും വിക്കിയുടെ തലയിൽ കയറില്ല. അതിന്റെ അടുത്ത് അങ്ങനെ പറയുന്നേ? കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലാവുന്ന ആളല്ലേ ഏട്ടൻ? എല്ലാ സത്യങ്ങളും എനിക്കിപ്പോ നിന്നോട് തുറന്നു പറയാൻ കഴിയില്ല മാധവ്. കാലം അത് നിന്നെ എല്ലാം മനസ്സിലാക്കി തരും. എനിക്ക് നിന്നോടിപ്പോ ഇത്രേ പറയാനുള്ളൂ. നീ എന്താ നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ട്? ഇറങ്ങാൻ പറ്റില്ല. എന്തായി? ഞാൻ അയച്ചെന്ന പ്രപ്പോസൽ ഫയൽ നിങ്ങൾ സ്റ്റഡി ചെയ്തായിരുന്നോ? ഞങ്ങളത് വിശദമായി ഡിസ്കസ് ചെയ്തു. ആ പ്രോജക്റ്റ് ഒരു കുഴപ്പം പിടിച്ച പ്രോജക്റ്റാണ്. അത് വലിയ അപകടമാണ്. അതിൽ പല ചതിക്കുഴികളുമുണ്ട്. ആ പ്രോജക്റ്റ് നടപ്പിലാക്കിയാൽ രാജ്മോഹന്റെ കമ്പനി തകർന്ന് തരിപ്പണമാകും. അതൊരു നല്ല കാര്യമല്ലേ? അതെ, അതുകൊണ്ട് ആ പ്രോജക്റ്റ് എന്ത് വില കൊടുത്ത് നടപ്പിലാക്കണം. അങ്ങനെ വരുമ്പോ നിന്റെ ജോലി വളരെ എളുപ്പമാവും. ഈ സന്തോഷ വാർത്ത നമുക്ക് അവനെ അറിയിക്കണ്ടേ? വിക്കിയെ. വാ. നീ എന്താടാ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ? ഒരാളെപ്പോലെ 7 പേരുണ്ടെന്നല്ലേ പറയാറ്? നിന്നെ പോലെയുള്ള ആ 7 പേരിൽ ഒരാളാണ് ഞാനെന്നങ്ങ് കൂട്ടിയാ മതി. പറ, എന്തൊക്കെയുണ്ട് വിക്കി വിശേഷങ്ങൾ? സുഖങ്ങളൊക്കെ തന്നെയാണോ? പിന്നെ നിന്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാം. പറയാൻ വിട്ടുപോയി. നിന്റെ അനിയനില്ലേ, അവൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്.